നമസ്കാരം. യൂട്യൂബ് മലയാളം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ പറയണ്ടേ, എൻ്റെ ഒരു ചാനൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും ഒരുപാട് ചാനലുകാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാനുണ്ടായ കാരണമെന്ന് പറഞ്ഞത് ഈ യൂട്യൂബിനെക്കുറിച്ച് നമുക്കറിയത്തില്ലാതെ വീഡിയോകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് നമ്മളെപ്പോഴും ചിരിച്ച് തള്ളുവാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരിക്കലിട്ട വീഡിയോ വീണ്ടും ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഇടുന്നതാണ്. അതിനൊക്കെയാണ് റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറയാം. അത് മാത്രമല്ല, റീയൂസ് കണ്ടൻറ്റിൽ വേറൊരു കാര്യം കൂടെ പെടും. നമ്മൾ സ്ഥിരമായി ഒറ്റ പാറ്റേണിലാണ് വീഡിയോ ഇടുന്നെങ്കിൽ പോലും അതും റീയൂസ്ഡ് കണ്ടൻറ്റായി മാറും. ഇപ്പോഴത്തെ പുതിയ യൂട്യൂബിൻ്റെ നിയമപ്രകാരം നമ്മൾ റീയൂസ് കണ്ടൻറ്റിന് പല രീതിയിലുള്ള ഇതുണ്ട്. മറ്റൊരാളുടെ അതേപടി കോപ്പി ചെയ്യുന്നത്, നമ്മുടെ വീഡിയോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം. എന്ത് വേണം? ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കും. അപ്പം മറ്റുള്ളവരുടെ അതേപടി കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അതാണ് റീയൂസ് കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ യൂട്യൂബ് വളരെയധികം എന്നാ പറയേണ്ടത്, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ നമ്മളൊരു എന്നാ പറയേണ്ട ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക, നമുക്കൊരു മാസ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയാലേ പറ്റുള്ളൂ. എനിക്ക് മോണിറ്റൈസേഷൻ, എൻ്റെ ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ ആയപ്പോഴത്തേക്കുമാണ് ഈ എൻ്റെ ചാനലുകളുണ്ടായിരുന്ന നമുക്ക് മറ്റ് പരസ്പര വിരുദ്ധമായ അപ്ലോഡ് ചെയ്തതും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തോന്നാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ചാനൽ ട്രാവലിംഗ് ചാനൽ ഉദ്ദേശിക്കുക. അപ്പോൾ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ സോങ്സ് സെലക്ഷൻ, നമ്മൾ ചിലപ്പോൾ മറ്റ് പാട്ടുകളുടെയൊക്കെ ശകലങ്ങളൊക്കെ എന്താ പറയണ്ടേ, കോപ്പിറൈറ്റ് നമുക്ക് കിട്ടും. മറ്റ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഉള്ളതുപോലെയല്ല യൂട്യൂബിൽ മറ്റ് കമ്പനികളുടെയൊക്കെ ഉദാഹരണത്തിന് ഒരു സിനിമാ പാട്ട്, ആ സിനിമാ പാട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ സിനിമാ പാട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതേപടി ഇടുക. ആ സിനിമാ പാട്ട് അതേപടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. ആ കമ്പനീൻ്റെ ഓണർ നിങ്ങൾക്ക് സ്ട്രൈക്ക് അടിക്കും. അതുപോലെ ഇപ്പോഴത്തെ സംവിധാനം വെച്ച് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ നമ്മൾക്ക് എടുത്തിട്ട്, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കമൻട്രി രീതിയിൽ നമ്മളതിനെ റോസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് പറ്റുകയില്ല. അവർ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സാധനം അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെയിൽ വരും, നിങ്ങളുടെ ഈ ചാനലിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ 3 സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം 1, 2, 3, ഇപ്പോൾ ഒരാളൊരു സ്ട്രൈക്ക് തന്നു, ആ സ്ട്രൈക്ക് 90 ദിവസം വരെ നിലനിൽക്കും. അതിൻ്റെ കാലാവധി എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അവരുടെയായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. ആ സ്ട്രൈക്ക് മെയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇമെയിൽ ഐ ഡി തരും. ആരാണോ സ്ട്രൈക്ക് തന്നേക്കുന്നത് അവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, അപ്ലൈ ചെയ്യുക. നമ്മളിങ്ങനെ ഉള്ള കാരണങ്ങൾ പറയും, എൻ്റെ സ്വയം ഞാൻ എടുത്ത വീഡിയോ ആണ് നമുക്ക് തെളിയിക്കാൻ യൂട്യൂബിനോട് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ യൂട്യൂബ് പുതിയതായിട്ട് വന്നു. ഈ 2025 എന്ന് പറഞ്ഞ് യൂട്യൂബ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ചുമ്മാ നമുക്ക് പൈസ കിട്ടില്ല. ഒരുപാട് പേര് നമ്മുടെ മുഖം കാണിക്കാതെയും എന്താ പറയണ്ടേ, മുഖം കാണിക്കാതെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഉദാഹരണത്തിന് എന്താ പറയുക, കമൻട്രി മാത്രം, വോയിസ് ഓവർ മാത്രം കൊടുത്ത് വിഷ്വൽസ് ചെയ്യുക. അതുപോലെ തന്നെ സിനിമയിലെ മറ്റേ കോമഡികൾ ചെയ്യുക, റോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകൾക്ക് ഇനി മുതൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ നൽകുകയില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, യൂട്യൂബിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. അതനുസരിച്ച് വേണം നമ്മളിനി മുന്നോട്ട് പോകാൻ. യൂട്യൂബ് പല ചാനലുകളും പൂട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പല ചാനലിൻ്റെയും നിങ്ങൾ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത ചാനലാണെങ്കിലും ആ ചാനലിലേക്ക് സ്ട്രൈക്കുകൾ വരും. ഇനി മുതൽ എല്ലാ ചാനലും മോണിറ്റൈസ് ചെയ്ത ചാനലടക്കം ആ ചാനലിലെ വീഡിയോയുടെ ഉള്ളടക്കമൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ വന്നല്ലോ, കുറേ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു. അതിൽ AI വീഡിയോസൊക്കെ വന്നു. AI വീഡിയോസ് ഇനിയൊന്നും അത് യൂട്യൂബ് കൺസിഡർ ചെയ്യാറില്ല. അതെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷനിലേക്ക് കൊടുക്കാൻ അല്ല, മോണിറ്റൈസ് ചെയ്ത് കിട്ടുമല്ല AI വീഡിയോ ഒന്നും. കാരണം നമ്മുടെ ഒരു അതിനകത്ത് ഇതില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു, നമ്മുടെ വോയിസ് ഇല്ല, നമ്മുടെ ഫേസ് ഇല്ല. ഒരു ക്രിയേഷൻ, AI ക്രിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യാതെ വരുന്നതായിട്ട് ഇനിയിപ്പോൾ ഉള്ള പുതിയ ന്യൂസുകൾ വരുന്നുണ്ട്.
അതുപോലെ 2025 ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മോണിറ്റൈസേഷൻ പോളിസികളിൽ വ്യത്യാസം വന്നു. ഈ പോളിസികളിൽ റീയൂസ്ഡ് കണ്ടൻറ്റ്, നമ്മുടെ നല്ല ചാനലാണെങ്കിൽ പോലും റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു വിഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് റീയൂസ്ഡ് കണ്ടൻറ്റ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, നിങ്ങൾ ഒരേ കണ്ടൻറ്റ് ഒരേ രീതിക്ക് ഇടുന്നു. ഉദാഹരണത്തിന് എന്നും ഒരേപോലെ വീഡിയോസ് ചെയ്യുന്നു, സെയിം പാറ്റേൺ ആണെങ്കിൽ അത് റീയൂസ് കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുന്നതും റീയൂസ് കണ്ടൻറ്റാണ്. ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം മോണിറ്റൈസേഷൻ, ഞാൻ ആദ്യം മോണിറ്റൈസേഷൻ കൊടുത്തപ്പോഴത്തേക്ക് എന്നോട് മെയിൽ വന്നേക്കുന്നത് നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടൻറ്റ്, അതുകൊണ്ട് മോണിറ്റൈസ് ചെയ്ത് തരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ഇതാക്കി കിട്ടിയിട്ടില്ല, അത് പെൻഡിങ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തുക വിചാരിച്ചു. നിങ്ങളുടെ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നിങ്ങളുടെ ചാനലിൽ ആരുടെയെങ്കിലും ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് ഡിലീറ്റ് ആക്കുക. നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ 3000 മണിക്കൂർ എന്ന് എല്ലാവർക്കും അറിയാം, 3000 മണിക്കൂറും 500 സബ്സ്ക്രൈബറും ആവണം നമ്മളൊരു ക്രൈറ്റീരിയ. നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന് എന്തെങ്കിലും മണി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വരുമാനം ഇത് അപേക്ഷിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഇനി മുതൽ തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. മോണിറ്റൈസേഷൻ കിട്ടിയാലേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും ഈ തെറ്റായ രീതിയിൽ ഇനി ചെയ്യരുത്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിലൊക്കെ നല്ല രീതിയിൽ വീഡിയോ, സ്വന്തം കണ്ടൻറ്റ് മാത്രം എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ശബ്ദവും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെയിം കണ്ടൻറ്റ് ഇടരുത്. സെയിം കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാലും യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുന്നില്ല. അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മറ്റ് വീഡിയോയിൽ പുറമെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുത്തുകയെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം വെച്ച് എൻ്റെ ചാനൽ ഫ്ലോപ്പായി പോയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ യൂട്യൂബിൽ ആ രീതിയിൽ പോവുക. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണ് യൂട്യൂബ് പറയുന്നതെന്ന് എന്നോട് പറഞ്ഞാൽ യൂട്യൂബ് എങ്ങനെയാണ് സക്സസ് ആകാൻ പറ്റുമെന്ന് അൽഗോരിതം യൂട്യൂബിലുണ്ട്. ഒരു അൽഗോരിതം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ അൽഗോരിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.